കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതിവേഗം ഉദിച്ചുയർന്ന രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തി ലൈംഗിക ആരോപണ വിവാദം ഉയർന്നിട്ട് നാളുകളേറെയായി. ഹൂ കെയേഴ്സ് എന്ന് നിസാരവൽക്കരിച്ച് പ്രതിരോധം തീർത്തുവെങ്കിലും പാർട്ടി നേതാക്കൾ രാഹുലിനെ തുടക്കത്തിലെ കൈവിട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് നേതാക്കളുമായി ആശയവിനിമയം നടത്തി പ്രചാരണത്തിലടക്കം സജീവമായ രാഹുൽ ഇനി പരാതി എവിടെ എന്ന ചോദ്യം ഉയർത്തി മാധ്യമങ്ങൾക്ക് ക്ലാസ് എടുക്കരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് അതിജീവിത. ഗർഭചിത്ര ആരോപണങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ടുള്ള ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നാലെയാണ് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ യുവതി മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുമുണ്ട്. ഗർഭധാരണത്തിനും പിന്നീട് ഗർഭചിത്രത്തിനും നിർബന്ധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ആരോപിക്കുന്ന ശബ്ദരേഖയായിരുന്നു പുറത്തുവന്നത്. പെൺകുട്ടിയോട് പരിഹാസത്തോടെയും ക്രൂരമായും പ്രതികരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ശബ്ദരേഖയും കേരളം കേട്ടതാണ്. പരാതിയുമായി യുവതി രംഗത്ത് വരുമ്പോഴും കുറ്റം ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് രാഹുൽ. ജനകീയ കോടതിയിലും നീതിന്യായ കോടതിയിലും സത്യം ജയിക്കുമെന്നും രാഹുൽ പറയുന്നു. അപ്പോഴും ചോദ്യങ്ങൾ നിരവധിയാണ്. ധാർമ്മിക കോടതിയിൽ ഒരു ജനപ്രതിനിധിയായ രാഹുലിൻ്റെ ചെയ്തികൾക്ക് എന്താണ് ന്യായീകരണം? രാഹുലിനെ പിന്തുണച്ചവർക്ക് ഇനി എന്താണ് മറുപടി? തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിലെ രാഹുകാലത്തിന് എന്താകും പരിഹാരക്രിയ? MLA ആയി രാഹുൽ തുടരും. രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി അസ്തമിച്ചു.